JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനെന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാകുകയുള്ളൂ. പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് 10+2 അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് താഴെ പറയുന്ന ഏത് കോഴ്സ് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് 10+2 അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് താഴെ പറയുന്ന ഏത് കോഴ്സ് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? താഴെ 4 കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിനകത്ത് ഏത് കോഴ്സാണ് ശരിയായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഒരു വർഷ ഡിപ്ലോമ കോഴ്സ് ആണ് അല്ലേ? ഒരു വർഷ ഡിപ്ലോമ കോഴ്സ് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം. കേരള സംസ്ഥാന സർക്കാരിന്റെ ഏത് വകുപ്പിന് കീഴിലാണ് കിൻഡർ ഗാർട്ടൻ വിദ്യാലയങ്ങൾ നിലവിലുള്ളത്? കേരള സംസ്ഥാന സർക്കാരിന്റെ ഏത് വകുപ്പിന് കീഴിലാണ് കിൻഡർ ഗാർട്ടൻ വിദ്യാലയങ്ങൾ നിലവിലുള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, പട്ടികവർഗ വികസന വകുപ്പ്. കേരള സംസ്ഥാന സർക്കാരിന്റെ പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലാണ് കിൻഡർ ഗാർട്ടൻ വിദ്യാലയങ്ങൾ നിലവിലുള്ളത്. അടുത്ത ചോദ്യം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വിദ്യാലയങ്ങളിലെ സർക്കാർ അംഗീകൃത പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തില് അധ്യാപകർക്കായി പ്രസിദ്ധീകരിച്ച സോഴ്സ് ബുക്ക് ഏത്? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ സർക്കാർ അംഗീകൃത പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തില് അധ്യാപകർക്കായി പ്രസിദ്ധീകരിച്ച സോഴ്സ് ബുക്ക് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എല്ലാവർക്കും അറിയാലേ, ഏതാണ്? കളിപ്പാട്ടം. കളിപ്പാട്ടമാണ് കറക്റ്റ് ആയ ഉത്തരം. അടുത്ത ചോദ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ചോദ്യം. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്? 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഏത് കമ്മീഷനാണ്? ഏത് കമ്മീഷനാണ്? കോത്താരി കമ്മീഷനാണ്. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് കോത്താരി കമ്മീഷൻ. അടുത്ത ചോദ്യം. 1835 മെക്കാളയുടെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 1835 മെക്കാളയുടെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ഉൾപ്പെടാത്തത്? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഓരോ പ്രദേശത്തെയും പഠന മാധ്യമം അവരവരുടെ മാതൃഭാഷയിലാക്കുക എന്നുള്ളതാണ് ഈ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു വകുപ്പാണ് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തെ പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു വകുപ്പാണ് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തെ പ്രതിപാദിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 45-ാം വകുപ്പാണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ 45-ാം വകുപ്പാണ് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തെ പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ നയരേഖ 2020 പ്രകാരം 8 വയസ്സുവരെയുള്ള ഫൗണ്ടേഷണൽ കാലഘട്ടത്തില് പ്രീ സ്കൂൾ പഠനകാലം എത്ര വർഷം? ദേശീയ വിദ്യാഭ്യാസ നയരേഖ 2020 പ്രകാരം 8 വയസ്സുവരെയുള്ള ഫൗണ്ടേഷണൽ കാലഘട്ടത്തില് പ്രീ സ്കൂൾ പഠനകാലം എത്ര വർഷം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, പ്രീ സ്കൂൾ പഠനകാലം എത്ര വർഷമാണ്? 3 വർഷം. ഓർത്തിരിക്കുക കേട്ടോ, 3 വർഷം. അടുത്ത ചോദ്യം. പ്രാചീന ഭാരതത്തിലെ ഒരു വിദ്യാകേന്ദ്രം. പ്രാചീന ഭാരതത്തിലെ ഒരു വിദ്യാകേന്ദ്രം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്?
തക്ഷശില. പ്രാചീന ഭാരതത്തിലെ ഒരു വിദ്യാകേന്ദ്രമാണ് തക്ഷശില. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ 42ാം ഭേദഗതി വരുന്നതിന് മുമ്പ് വിദ്യാഭ്യാസം ഏത് ഏജൻസി കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു? ഭരണഘടനയിലെ 42ാം ഭേദഗതി വരുന്നതിന് മുമ്പ് വിദ്യാഭ്യാസം ഏത് ഏജൻസി കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് എപ്പോഴാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് എപ്പോഴാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 1968. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് 1968ലാണ്. അടുത്ത ചോദ്യം, ഫെഡറിക് അഗസ്റ്റ് ഫ്രോബൽ ഏത് ദാർശനിക സൈദ്ധാന്തിക വക്താവാണ്? ഫെഡറിക് അഗസ്റ്റ് ഫ്രോബൽ ഏത് ദാർശനിക സൈദ്ധാന്തിക വക്താവാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ആശയവാദം. ഫെഡറിക് അഗസ്റ്റ് ഫ്രോബൽ ആശയവാദം ദാർശനിക സൈദ്ധാന്തിക വക്താവാണ്. അടുത്ത ചോദ്യം, മനുഷ്യൻ 2 ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണ്. ഒരെണ്ണം ബാഹ്യമാണ്, ഒരെണ്ണം ആന്തരികവും. ആന്തരികമായ മാനവ ശേഷികളെ സംസ്കരിച്ചെടുക്കലാണ് വിദ്യാഭ്യാസം. ഇത് ആരുടെ ആശയമാണ്? മനുഷ്യൻ 2 ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണ്, ഒരെണ്ണം ബാഹ്യമാണ്, ഒരെണ്ണം ആന്തരികവും. ആന്തരികമായ മാനവ ശേഷികളെ സംസ്കരിച്ചെടുക്കലാണ് വിദ്യാഭ്യാസം. ഇത് ആരുടെ ആശയമാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ആരാണ് ഇതിന്റെ ആശയത്തിന്റെ ഉടമ? ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലെ. ആരുടെ ആശയമാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആശയമാണ്. അടുത്ത ചോദ്യം, നാഷണൽ ECCE പോളിസി പ്രഖ്യാപിച്ച വർഷം? നാഷണൽ ECCE പോളിസി പ്രഖ്യാപിച്ച വർഷം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏത് വർഷമാണ്? 2013ലാണ് നാഷണൽ ECCE പോളിസി പ്രഖ്യാപിച്ച വർഷം. അടുത്ത ചോദ്യം, കുട്ടി ലോകത്തെ കാണുന്നത് സമഗ്രമാണ് എന്ന കാഴ്ചപ്പാട് ഏതു വിധത്തിലാണ് ആധുനിക പ്രീ സ്കൂൾ ക്ലാസ് മുറിയിൽ പ്രാവർത്തികമാക്കുന്നത്? കുട്ടി ലോകത്തെ കാണുന്നത് സമഗ്രമാണ് എന്ന കാഴ്ചപ്പാട് ഏതു വിധത്തിലാണ് ആധുനിക പ്രീ സ്കൂൾ ക്ലാസ് മുറിയിൽ പ്രാവർത്തികമാക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, വിവിധ തീമുകളിലൂടെയുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെ. വിവിധ തീമുകളിലൂടെയുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധിജിയുടെ വാക്യങ്ങൾ ഏത്? താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധിജിയുടെ വാക്യങ്ങൾ ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? വിദ്യാഭ്യാസത്തിന്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. ഇതാണ് മഹാത്മാഗാന്ധിജിയുടെ വാക്യങ്ങൾ. അടുത്ത ചോദ്യം, രാജ്യത്തെ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള സ്ഥാപനം? രാജ്യത്തെ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള സ്ഥാപനം? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, NCTE ആണല്ലേ. NCTE ആണ് രാജ്യത്തെ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള സ്ഥാപനം, NCTE. അടുത്ത വിഷയം, അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനം? അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, NCERT ആണ് അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനം, NCERT. അടുത്ത ചോദ്യം, വിമർശനബോധം സൃഷ്ടിക്കലും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസ ലക്ഷ്യം എന്ന് പ്രസ്താവിച്ചത്? വിമർശനാവബോധം സൃഷ്ടിക്കലും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന് പ്രസ്താവിച്ചത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, പൗലോ ഫ്രെയർ ആണ്. പൗലോ ഫ്രെയർ. അടുത്ത ചോദ്യം, പ്രീ സ്കൂൾ കുട്ടികളെ വിലയിരുത്തുന്നതിൽ സ്വീകരിക്കപ്പെടേണ്ടാത്ത രീതി? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ഈ പ്രീ സ്കൂൾ കുട്ടികളെ വിലയിരുത്തുന്നതിൽ
സ്വീകരിക്കപ്പെടേണ്ടാത്ത രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? എഴുത്തു പരീക്ഷ. അതാണ് സ്വീകരിക്കപ്പെടേണ്ടാത്ത രീതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.